ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവും കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുറെ നേരം നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലോത്ത്സ് തന്നെ ആവണമെന്നില്ല, ഡിഷൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തോ ആവട്ടെ വെള്ളത്തിൽ നമ്മൾ കുറെ നേരം കൈയിട്ട് കളിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യില് അല്ലെങ്കിൽ കാലില് നമ്മുടെ തൊലിയൊക്കെ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. കൈയൊക്കെ ഇങ്ങനെ ചുരുണ്ട്, ആ സ്കിന്നൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കും, ചുക്കിച്ചുളിഞ്ഞ പോലെ, വയസ്സായ പോലെ ഇങ്ങനെ റിങ്കിൾസ് ഒക്കെ ഫോം ചെയ്തിട്ട് കാണാം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത്? അതിനെക്കുറിച്ച് ഞാനൊന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പൊ ഈ ഹാൻഡ് ഷ്രിങ്കേജ്, നമ്മുടെ കയ്യിലൊക്കെ ഷ്രിങ്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇത് സംഭവിക്കുന്നത്. ടെമ്പററി ആയിട്ട് വന്നും പോയി കളിക്കും. വെള്ളത്തിൽ ഒരുപാട് ഇടുന്ന സമയത്ത് മാത്രം വരുന്ന ഒരു സംഭവമാണിത്. അപ്പൊ അവിടെ എന്താ ചേഞ്ച് ഉണ്ടാവുന്ന വെച്ചാൽ നമ്മുടെ ഔട്ടർമോസ്റ്റ് ലെയറിൽ, നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർമോസ്റ്റ് ലെയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ പ്രൂണി സ്കിൻ അല്ലെങ്കിൽ റിങ്കിൾ ആയിട്ടുള്ള എഫക്ട്, റിങ്കിളിംഗ് എഫക്ട് എന്ന് പറയും. അതിൽ കെരാറ്റിൻ അബ്സോർപ്ഷൻ നടക്കുന്നത്. അതിന് ഞാൻ ഡീപ്പായിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർമോസ്റ്റ് ലെയർ സ്ട്രാറ്റം കോണിയം എന്ന് പറയുന്നത്, അപ്പൊ അത് കെരാറ്റിൻ വെച്ചാണ് ഉണ്ടായേക്കുന്നത്. നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർമോസ്റ്റ് ലെയർ സ്ട്രാറ്റം കോണിയം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സ്കിന്നിനെ സ്വെല്ലാവുന്നതും ഇങ്ങനെ ഒരു റിങ്കിൾ എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതും. പിന്നെ നമ്മുടെ നെർവിന്റെ റെസ്പോൺസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിങ്കിളായി വരിക എന്ന് പറയും, ഈ ചുരുണ്ടുകൂടി വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ റെസ്പോൺസ് ആയിട്ടും ഇത് കാണുന്നുണ്ട്. ഇപ്പൊ ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യും. ഇങ്ങനെ കൺസ്ട്രിക്ട് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് ഡീപ്പായിട്ടുള്ള ഒന്നല്ല, നമ്മുടെ സ്കിന്നിന്റെ തൊട്ട് താഴെയുള്ള ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്തുകൊണ്ട് തന്നെ വെറ്റ് ആയിട്ടുള്ള സർഫസസിൽ നമ്മുടെ കൈക്ക് ഒരു ഗ്രിപ്പ് കിട്ടുന്നത് അതുകൊണ്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഈ ഒരു പ്രക്രിയ കാരണം നമ്മൾ ഈ ചുരുണ്ടുകൂടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെറ്റ് ആയിട്ടുള്ള സർഫസിൽ വെക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടില്ല, നമ്മുടെ സാധാ പോലത്തെ സ്കിന്നാണെങ്കിൽ. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഈ റിങ്കിൾഡ് എഫക്ട്, റിങ്കിളായിട്ട് ചുരുണ്ടുകൂടിയിരിക്കുന്ന സ്കിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ടാവുന്നതാണ്, വെള്ളത്തിൽ നമ്മൾ കൈയിടുന്ന സമയത്ത് നെർവസ് സിസ്റ്റത്തിന്റെ റെസ്പോൺസ് ആയിട്ടും അത് നമ്മുടെ സ്കിന്നിന്റെ തൊട്ട് താഴെയുള്ള ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്ത് വെക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പൊ വാസോ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ റെഡ്യൂസ്ഡ് ബ്ലഡ് ഫ്ലോ ആയിരിക്കും. ബ്ലഡ് ഫ്ലോ വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് അവിടെ. ഇപ്പൊ തണുപ്പ് കാലത്തിലൊക്കെ നമ്മളുടെ ഈ ഒരു വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. ബ്ലഡ് ഫ്ലോനെ കുറയ്ക്കും, അവിടെ നമ്മുടെ ബോഡി ഹീറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കോൾഡ് ആയിട്ടുള്ള അവസ്ഥയിൽ, കോൾഡ് ക്ലൈമറ്റിലൊക്കെ അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് ഇതുപോലെ കൺസ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡീന്റെ ആ ഒരു ഹീറ്റില്ലേ, ബോഡിയുടെ ഹീറ്റിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊന്ന് നമ്മൾ ചുരുക്കുകയാണ്. അപ്പൊ ബ്ലഡ് ഫ്ലോ കുറയുന്ന സമയത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഉള്ളിൽ ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ബോഡിയുടെ ഹീറ്റിനെ നമ്മൾ കൺസേർവ് ചെയ്യാണ്, സൂക്ഷിച്ച് വെക്കുകയാണ്. അപ്പൊ അവിടെ എന്തുണ്ടാവും, ബ്ലഡ് ഫ്ലോ കുറയുന്നു, അതുകൊണ്ട് തന്നെ അവിടെ ചുരുണ്ടുകൂടി സ്കിൻ ഇരിക്കുന്നു. പിന്നെ നമുക്ക് ടെമ്പററി ആയിട്ട് വെള്ളത്തിൽ ഒരുപാട് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളത്തിൽ കുറെ നേരം ഇരിക്കുന്ന സമയത്ത് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽസ് ഒക്കെ അവിടെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് എപ്പോഴും ഫേസ് വാഷ് ചെയ്യരുതെന്ന്. ഓയിൽസ് പോവുകയാണ് ചെയ്യുക, നമ്മുടെ ഫേസ് കുറച്ചുകൂടി ഡ്രൈ ആവും. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട സ്കിന്ന് വളരെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവും, ഷ്രിങ്കേജ് ഉണ്ടാവും, ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും സ്കിന്നൊക്കെ. പിന്നെ ഇതിന്റെ ഡ്യൂറേഷൻ ഇതിന്റെ എഫക്റ്റ് ഉണ്ട്. എത്ര നേരത്തേക്കാണ് നമ്മൾ ഈ കൈ വെള്ളത്തിനകത്തേക്ക് അല്ലെങ്കിൽ കാല് വെള്ളത്തിനകത്തേക്ക് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്നത്, അതിനനുസരിച്ചിരിക്കും ഈ ഷ്രിങ്കേജ് എന്ന് പറയുന്നതിന്റെ എഫക്റ്റ്. ടെമ്പറേച്ചറിന്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ നമ്മൾ ഒരുപാട് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് വാസോ കൺസ്ട്രിക്ഷൻ കൂടുതൽ ശക്തമായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇളം ചൂട് വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്വെല്ലിംഗ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മളുടെ സോൾട്ടിന്റെ കണ്ടന്റ് എന്ന് പറയും. ഇപ്പൊ നമ്മള് കടലിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ വെള്ളത്തിന്റെ അംശത്തിന് പുറത്തേക്ക് കുറെ പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ഉണ്ടാവുക. അപ്പൊ ആ ഒരു അവസ്ഥയിലും നമുക്ക് ഷ്രിങ്കേജ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇത് എന്ന് പറയുന്നത്, ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ നോർമൽ ആണ്. അതുപോലെ തന്നെ ടെമ്പററി ആയിട്ട് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എത്രത്തോളം എക്സ്പോസ്ഡ് ആണ് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിന് റീഹൈഡ്രേഷൻ, നമ്മൾ വീണ്ടും വെള്ളം കുടിക്കുന്നു, നമ്മൾ വീണ്ടും പഴയ പോലത്തെ സ്ഥിതിയിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു, ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ വെക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നോർമലായിട്ട് മാറുന്നു, ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് പോകുന്നു. അത് ഡ്രൈ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ
റീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന വീണ്ടും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്തേക്ക് ഇത് നോർമലായി വരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ കൈ ചുക്കി ചുളിഞ്ഞടക്ക് ഉച്ചക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ചില ആൾക്കാർ പൂളിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത്, ടബിലൊക്കെ ഇരുന്ന് വരുന്ന സമയത്തൊക്കെ നമ്മുടെ കാലിൽ കയ്യിലൊക്കെ ഇതുപോലെ കാണുന്നത് ഇതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം. മെയിനായിട്ട് അവിടെ റോൾ പ്ലേ ചെയ്യുന്നത് വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമ്മുടെ സ്കിന്നടിയിലുള്ള ബ്ലഡ് വെസൽസിനെ ഇങ്ങനെ ചുരുക്കുന്നു, അപ്പൊ ബ്ലഡ് ഫ്ലോ അവിടെ കുറയുന്നു. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്.